അരിയങ്കാവ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അവിടുത്തെ പൂരക്കാലാണ്. ഈ മീനം 1-ാം തീയതി, പക്ഷേ മാർച്ച് 15-ാം തീയതി മുതൽ അതിന് തുടക്കം കുറിക്കുകയാണ്. 21 ദിവസത്തെ പൂരാഘോഷമാണ് വിചാരിക്കുക. 21 ദിവസം തോൽപ്പാവക്കൂത്ത് നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കവളപ്പാറ അരിയങ്കാവ്. ഇതാണ് ആ കൂത്തുമാടം. ഈ കൂത്ത് ശ്രീരാമൻ്റെ കഥകൾ നടത്തുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് 21 ദിവസത്തെ നിറമാല അരിയങ്കാവിൽ. തായമ്പകയുണ്ട്, അങ്ങനെ ക്ഷേത്രകലകൾ പലതും ഇവിടെ സംഭവിക്കും. മീനം 21-ന് അന്ന് പൂരമാണ്. മറ്റുള്ള ദിക്കിലൊക്കെ ഉള്ള പൂരം പോലെയല്ല ഇവിടുത്തെ പൂരം. ഇവിടുത്തെ പൂരത്തിന് വിശേഷമായിട്ട് പൊയ്ക്കുതിരകളാണ്, കെട്ടിയുണ്ടാക്കിയ കുതിരകൾ. അതിലത്തെ ദേശ ആശാരി ആണ് പ്രധാനം. അദ്ദേഹമാണ് അതിൻ്റെ പണിയാനുള്ള തലപ്പത്ത് നിൽക്കുന്ന ആദ്യത്തെ ആൾ, മൂത്താശാരി. ദേശ ആശാരി എന്നാണ് പറയുക. തല വയ്ക്കുന്നതിനൊക്കെ അദ്ദേഹമൊക്കെയാണ് അതിൻ്റെ പ്രധാന ആൾ. പിന്നെ നാട്ടിലെ പ്രധാനി ഒക്കെ ആയിട്ട് തല വയ്ക്കലല്ലേ വലിയൊരു ചടങ്ങാണ്. വെടിപൊട്ടുകയൊക്കെ ചെയ്യും. പൂതലും ആണ്ടി നാഴി തുടങ്ങിയിട്ടുള്ള ഈ നാട്ടിലെ ഓരോരോ അവകാശികൾ അവരുടെ കളിയൊക്കെ കളിക്കും. ഈ പൊയ്ക്കുതിരകൾ ഉള്ള ക്ഷേത്രങ്ങൾ പലതുണ്ട്. ഇപ്പോൾ ഇവിടെ ഒറ്റപ്പാലം, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ചെനക്കത്തൂർ പൂരം ഇത് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ തന്നെ ഒരു മുഖമുദ്രയായിക്കൊണ്ടിരിക്കുകയാണ് ചെനക്കത്തൂർ പൂരം. അവിടെ ആനയുണ്ട്, കുതിരയുണ്ട്, അവിടെ ഇല്ലാത്തൊന്നുമില്ല. പക്ഷേ ഇവിടെ ആനയില്ല. ഭദ്രകാളിയുടെ സ്തുതിയിൽ കാതിലാനാം സിംഹമിട്ട് കാളി തന്നെ അടി തൊഴുവാൻ പോകുന്നപ്പോൾ ധാരികനെ കൊല്ലുവാനായി ചെന്നവരെ എന്നൊക്കെയാണ് പറയുക. ഒരു കാതിൽ മതിച്ച ആനയും മറ്റേ കാതിൽ സിംഹം, അതൊക്കെ ഭഗവതിയുടെ രൂപം. ഈ ക്ഷേത്രത്തിൽ പടിഞ്ഞാട്ടുള്ള നട തുറക്കാറില്ല. അതന്നെ ആനയെ കണ്ട് തിരിഞ്ഞിരുന്നു എന്നോ അല്ലെങ്കിൽ ആനയുടെ മണം ഭഗവതിക്ക് ഇഷ്ടമല്ല. ഇവിടുത്തെ ഭദ്രകാളി ആണെങ്കിലും ശാന്തസ്വരൂപിയാണ്, അങ്ങനെയാണ് പറയുക. എല്ലാവർക്കും അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും ഒക്കെ ആയിട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ ഭഗവതി കൊടികൊള്ളുന്നതായിട്ട് കേൾക്കാറും. ഇപ്പോൾ ഈയിടെ ജ്യോത്സ്യൻ പറഞ്ഞത് ഇവിടെ ഭജിച്ചാൽ ഒരു മൂകാംബികയ്ക്കും പോകേണ്ട അത്ര വിദ്യാകാരിണി കൂടിയാണ് ഭഗവതി എന്നാണ് ഈയിടെ കേൾക്കാൻ സാധ്യമായത്. നല്ല ശക്തിയുള്ള ഭഗവതി. വേറൊരു കഥ കേട്ടിരിക്കുന്നത്, പണ്ട് ഈ ശ്രീകോവിൽ ഓടുമേഞ്ഞ സമ്പ്രദായത്തിലായിരുന്നു. പിന്നീടാണ് അങ്ങനെ ടെറസാക്കിയത്. ഇതിപ്പോൾ പുതിയ ജ്യോത്സ്യവിധി പ്രകാരം ഇത് പൊളിച്ച് ഓട് പോലെ തന്നെ ആക്കണം എന്ന് പറയണത് കേട്ടു. എനിക്കറിയില്ല. അപ്പോൾ ഈ ഭഗവതിയുടെ ബിംബം ഉണ്ടാക്കി വെച്ചപ്പോൾ ഇവിടെയുള്ള മൂപ്പര് എന്ന് പറയുന്ന ഒരു സമുദായക്കാരനെയാണ് ഇതിൻ്റെ ശില്പികൾ. ആ മൂപ്പര് അമ്മേ എന്ന് വിളിച്ചപ്പോൾ ഒന്ന് മൂളിയെന്നത്രേ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ഈ ആര്യങ്കാവ് പരിസരത്ത് കൂടെ എന്തെങ്കിലും കാരണമായിട്ട് വല്ലപ്പോഴും ഇതേ പോണ്ടി വന്നാൽ ഈ ആര്യങ്കാവിൻ്റെ കിഴക്ക് ഭാഗമാണ് ഈ ഈ ശില്പി മൂപ്പര് എന്ന് പറയുന്ന സമുദായക്കാർ. ആരെങ്കിലും ഒരാൾ ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇവിടെ ഉണ്ടാവും. എനിക്ക് തോന്നാറുണ്ട് ഈ ഇത്രയധികം ഭക്തിയുള്ളൊരു വിഭാഗം ഇവരെ കഴിഞ്ഞേ വേറൊരു കൂട്ടരുള്ളൂ തോന്നുന്നു. ഇവിടുത്തെ ശില്പി വേലായുധൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ, പഴയ ആളെ എനിക്കറിയില്ല. അദ്ദേഹം കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ ബിംബങ്ങളാണ് അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കവളപ്പാറ കൊട്ടാരമായിട്ടാണ് ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. കവളപ്പാറ കൊട്ടാരം ഒരുപാട് സംഭാവന ജനസമൂഹത്തിന് ചെയ്തതിലത്തെ ചില ഭാഗങ്ങളാണ് ഈ കള്ളൻ മൂപ്പന്മാരുടെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്നുള്ള ഒരു വരവ്. അവരുടെ ഭാഷ തന്നെ മലയാളമല്ല തമിഴല്ല, അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അങ്ങനൊരു തരം ഭാഷ. അതുപോലെ തോൽപ്പാവ കൂത്തുകാർ, അവർ പാലക്കാട് ഭാഗത്തു നിന്നാണ്. അതൊക്കെ ഈ കവളപ്പാറ കൊട്ടാരമായിട്ട് ഒന്നാണ്. ഞാനും ഒരു കാലത്ത് ഈ കവളപ്പാറ ക്ഷേത്ര ജീവനക്കാരനാണ്. ഈ അമ്പലത്തിലത്തെയൊക്കെ ഞങ്ങൾ വന്നതും ഈ സാമൂതിരി ഒക്കെ ആയിട്ട് കവളപ്പാറ കൊട്ടാരം മുഖേനയാണ് കവളപ്പാറയിൽ വന്നു കൂടിയണമെന്നുള്ളതാണ് കഥകളൊക്കെ. ഇവിടെ വാദ്യത്തിന് ഉള്ള ഒരു കമ്പം എത്രയാണെന്ന് പറയാൻ വയ്യ ഒരു കാലത്ത്. ഇന്നിപ്പോൾ ട്രെൻഡ് മാറി എന്തൊക്കെയാ വേണ്ടത് നിശ്ചയില്ലാത്തൊരവസ്ഥ. അതുപോലെ കൃത്യസമയത്ത് തുടങ്ങണം, കൃത്യസമയത്ത് കഴിയണം എന്ന് പറയുന്ന നിബന്ധനകൾ, ശബ്ദം അധികം പാടില്ല എന്ന് പറയുന്ന നിശബ്ദമായിട്ടെങ്കിലും പൊട്ടണ എന്താ പറയുക പടക്കങ്ങൾ, മുമ്പൊക്കെ ഭൂമിയിനെ കുലുകും. ഈ ഒരു പൂരക്കാലത്തല്ലേ ഉള്ളൂ അത്. ഇപ്പം അതിനൊക്കെ തടയണേണ്. അല്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എല്ലാറ്റിനും ഒരു ദുർവിനിയോഗക്കാരൻ വന്നാൽ ഈ പലതും ഇങ്ങനെ പലതും ഇല്ലാതെയാവും, പലതും ഉണ്ടാവും. അങ്ങനെയാണ്. ഇപ്പോൾ ഈ ക്ഷേത്രം ഒരു പുനർനിർമ്മാണത്തിൻ്റെ ഭാഗത്താണ്. ഈ തടപ്പള്ളി നേദ്യം വയ്ക്കുന്ന സ്ഥലം, കളമ്പാട്ട് നടത്തുന്ന സ്ഥലമൊക്കെ ഒരു ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ ആയിരുന്നു. അതൊക്കെ വേഗം ശരിയാക്കണമെന്നുള്ള ജ്യോത്സ്യവിധി മാനിച്ച് എത്രയും പെട്ടെന്ന് പണി കഴിക്കുന്ന തരത്തിൽ വളരെ ജാഗ്രതയായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതൊക്കെ നാടിൻ്റെ നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസമായിട്ട് വേണം കരുതാൻ. ഇവിടെ വന്ന് അറിയണം ഈ പൂരത്തിൻ്റെ വിശേഷം. അപ്പോഴാണ് അതിൻ്റെ പറഞ്ഞാൽ തീരാത്തതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവാത്തതിൻ്റെയൊക്കെ അനുഭവം വരുമ്പോഴാണ് അത് മനസ്സിലാവുക. മുമ്പുണ്ടായിരുന്ന ഒരു എന്താ പറയുക തനിക്ക് താൻ പോരിൻ്റെ ആവേശങ്ങൾ ഇന്ന് അത്ര ഉണ്ടോ ഇല്ല നിശ്ചയില്ല. പണ്ടുള്ളതിനേക്കാൾ കുതിരകൾ എണ്ണം ഇപ്പം കൂടിയിട്ടുണ്ട്. 96 ദേശമാണ് കവളപ്പാറ നായർ ഭരണത്തിൻ്റെ കീഴിലുള്ളത്. പക്ഷേ ഇവിടെ ഒരു 20-ൽ താഴെ അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള കുതിരകളെ വരുന്നുള്ളൂ. ഇനിയുള്ള വഹക്കാർ കുതിര കെട്ടാത്തവരായതുകൊണ്ടാണോ കുതിര പതിവില്ലാത്തതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് ശരിയല്ല, പക്ഷേ ഭാവിയിൽ അതൊക്കെ വരുന്നതാണ് എൻ്റെ തോന്നൽ. അതുപോലെ 96 ദേശത്തും ഈ 21 ദിവസത്തെ പരിപാടികൾ കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. ഷൊർണൂർ നെടുങ്ങോട്ടൂർ എന്നുള്ള സ്ഥലത്ത് ഏതാണ്ട് 21 ദിവസവും ഗംഭീര പരിപാടികൾ അവിടെ രാവിലത്തെ ഗണപതി ഹോമം മുതൽ തുടങ്ങിയിരിക്കുകയാണ്. അതൊക്കെ നല്ല നല്ല ഡെവലപ്മെൻറ്റിൻ്റെ നല്ല
മനസ്സുള്ളവരുടെ രംഗപ്രവേശം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതൊക്കെ ഇവിടെയും സംഭവിക്കും. ഇപ്പോൾ ഇവിടെ സ്റ്റേജ് പരിപാടി കാണാൻ നല്ല പന്തലൊക്കെ ഉണ്ടാക്കിയിരിക്കണം. ഇതൊന്നും മുമ്പില്ലല്ലോ. എവിടെയൊക്കെ ഇരുന്ന് കാണുക, കല്ലെടുത്ത് എറിയുക, അങ്ങനെയൊക്കെ ഉള്ളത് വളരെ ഡിസിപ്ലിനായിട്ട് കല ആസ്വദിക്കുന്ന ഒരു സ്വഭാവമാക്കി മാറ്റുന്ന ഒരു സംസ്കാരം ഒക്കെ നല്ല കാലം വരപ്പോത് എന്ന് വേണം പറയാൻ. ഇനിയും വരും, ഇനിയും മാറ്റങ്ങൾ പലതും ഇവിടെ ഉണ്ടാവും. കവളപ്പാറ സ്വരൂപത്തിൻ്റെ കീഴിൽ 96 ദേശം എന്ന് പറയുന്നുണ്ടായല്ലോ. അതിന് പഴയ ഭാഷയിൽ പറഞ്ഞാൽ തോട്ടുങ്കൽ മുതൽ മാട്ടുങ്കൽ വരെ. അല്ലേ? തോട് എന്ന് പറയണത് ഇവിടുന്ന് ഷൊർണൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ ചെറിയൊരു തോടിൻ്റെ പാലമുണ്ട്. അവിടെ ഒരു ദേവദാസ് ഹോസ്പിറ്റലോ വെള്ളുവനാട് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് ഒരു 2-3 കിലോമീറ്റർ കൂടി പോയാൽ ഒരു തോടിൻ്റെ പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പടിഞ്ഞാട്ട് അതാണ് തോട് എന്ന് പറയുന്ന അതിർത്തി. അതാണ് മാട്ടുങ്കൽ വരെ. മാട് എന്ന് പറയുന്നത് ഓങ്ങല്ലൂരിൻ്റെ ഒരു ഭാഗമാണ്. അത് കൃത്യ പോയിൻ്റ് എനിക്കറിയില്ല. തെക്ക് റെയിൽ വരെയാണ്. വടക്ക് കൈലിയാട് ഇൻക്ലൂഡിങ്. ഞാൻ ഈ 96 ദേശം ഒരു ക്ഷേത്ര ദർശനമായിട്ട് നടത്തണമെന്ന് എനിക്ക് മോഹമുണ്ടായിരുന്നു. പക്ഷേ ഈ 96 ദേശം പറഞ്ഞു തരാൻ അറിയണവരാരും ഇല്ല എന്നുള്ളതൊരു വിഷമം. അല്ലെങ്കിൽ അറിയണവരെ ഞാനിപ്പോഴും ബന്ധപ്പെട്ടിട്ടില്ല. അത് വലിയൊരു ആവശ്യമായിട്ട് തോന്നും. ഏതൊക്കെ ഈ 96 ദേശം കവളപ്പാറ സ്വരൂപം, അങ്ങനൊരു മോഹമുണ്ട്. അങ്ങനെ പിന്നെ ചരിത്രപ്രസിദ്ധമാണ് ഈ കവളപ്പാറ സ്വരൂപം എന്ന് പറയുന്നത്. ഈ കാരക്കൽ മാതാ കവളപ്പാറ ചരിത്ര പുസ്തകമൊക്കെ ഉണ്ട്. കവളപ്പാറയിലുള്ള OP ബാലൻ എന്ന് പറയുന്ന ശ്രീ ബാലേട്ടൻ കവളപ്പാറ ചരിത്രം കുറേ എഴുതിയിട്ടുണ്ട്. കുറേ കേട്ടുകേൾവികൾ, കുറേ രേഖകൾ. ഏതായാലും കവളപ്പാറ ഇന്ന് കൊട്ടാരത്തിലുള്ളവർക്ക് അറിയുന്നതിനേക്കാളുള്ള കാര്യങ്ങൾ അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഏതായാലും അത്ഭുതങ്ങളാണ് അത്രയും കാര്യങ്ങൾ ശേഖരിച്ച് തയ്യാറാക്കുക എന്നുള്ളത്. അങ്ങനെ ചരിത്ര പുസ്തകങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ വേറൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇറങ്ങാൻ പോകണ്ട, കാരി എന്ന് പറഞ്ഞാൽ അത് കവളപ്പാറ നായരുടെ പഴയ കാലത്തെ പടത്തലവനാണെന്നോ അങ്ങനെ മൂപ്പൻ നായർക്ക് വിശ്വസ്തനായിട്ടുള്ള പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു എന്നൊക്കെ. അങ്ങനെ ചരിത്രങ്ങൾ പലതും ഉണ്ട് കവളപ്പാറയെ സംബന്ധിച്ചോളം. കഥകളി കവളപ്പാറ നാരായണൻ നായരെ വലിയ കഥകളിക്കാരനാക്കി മാറ്റിയത് കവളപ്പാറ കൊട്ടാരമാണ്. കവളപ്പാറ കൊട്ടാരത്തു നിന്ന് കേരള കലാമണ്ഡലത്തിലേക്ക് കഥകളി കോപ്പ് നാരായണനാരായണനെ നാരായണനാരായണനെ കലാമണ്ഡലത്തേക്ക് കൊടുത്തതിൻ്റെ ഒപ്പം കവളപ്പാറ കോപ്പും കലാമണ്ഡലത്തിന് സ്വരൂപം സംഭാവന ചെയ്തു, വെള്ളത്തോളിൻ്റെയൊക്കെ ആവശ്യമായിട്ട്. അങ്ങനെ നല്ല ധർമ്മിഷ്ഠനായിട്ടുള്ള കഥകളെ എനിക്ക് പറയാൻ അറിയുള്ളൂ. ഇന്ന് കൊട്ടാരത്തിൻ്റെ കഥയൊക്കെ മഹാമോശമാണ്. ഇടിഞ്ഞ് വീഴാറായ കെട്ടിടം അവിടെ ഇവിടുന്ന് ഈ ആര്യങ്കാവിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ പടിഞ്ഞാറ് ഒരു കെട്ടിടമുണ്ട്. നേരാക്കാനുള്ള പ്രയാസമാവണം അത് തൊടാൻ പറ്റാതിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ചുമരൊക്കെ വീണ്ടടങ്ങി. ഇനി അതുപോലെ ഒന്നും ഉണ്ടാക്കുക അത്ര സാധ്യമല്ല. എന്തോ അതിങ്ങനെ ഏത് കാറ്റിനാ വീഴുക നിശ്ചല്ലാണ്ട് പട്ടികയും കഴുക്കോലും ഓടൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. ഞങ്ങൾക്കൊക്കെ കുട്ടിക്കാലത്ത് എന്താ പറയണ്ടേ, അവിടുത്തെ ആ പടിയിലൊക്കെ പോയി ഇരിക്കാനും കാറ്റ് കൊള്ളാനും അങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളായിരുന്നു. ഈ കാലമാറ്റം എല്ലാം പ്രകൃതിയെ വരെ തക്കട്ടം മറയ്ക്കും എന്ന് പറഞ്ഞില്ലേ, അതൊരു നല്ല കാലത്തിനാണ് എന്ന് വിചാരിച്ച് സമാധാനിക്കുക.
ആര്യങ്കാവ് പൂരം അന്നത്തെ പോലെ ഇന്നും വലിയ മോശമൊന്നുമില്ലാത്ത തരത്തിൽ നന്നായി നടക്കുന്നു എന്നുള്ളതാണ് പഴയതിൽ നിന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. മറ്റു പലതും ഇല്ലാതെയായിട്ടുണ്ട് വെച്ചാൽ ഈ പൂരം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു സ്പിരിറ്റായി മാറിയിട്ടുണ്ട്. ഇവിടെ ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മാതിരി ആര്യങ്കാവിൽ പൊങ്കാല ഉണ്ടായിരുന്നു എന്നുള്ളത് ആരും പറയാറില്ല. ഈ പൊങ്കാല ഒരു പക്ഷേ തമിഴ് ഭാഷയാണോ വേടാണോ അറിയില്ല. ഇവിടെ ക്ഷേത്രത്തിൽ തടപ്പള്ളിയിൽ പരക്കെ നേദ്യം വെച്ച് കൊടുക്കില്ല. അതിനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ ശരിയല്ല. ജാതി പറയരുത്, മതം പറയരുത് എന്നൊക്കെ പറഞ്ഞാൽ ഈ വേണ്ടാത്ത മനസ്സുകാർക്ക് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ മാതിരിയേ തോന്നും. എന്തായാലും അത് പറയുന്നില്ല. ഈ ഗ്രൗണ്ട് മുഴുവനെ എല്ലാ മാസവും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചകളും നേദ്യം വയ്ക്കുന്നതിൻ്റെ തിരക്കായിരുന്നു. അതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ അവരാ നേദ്യം ഉണ്ടാക്കിയത് നടക്കിൽ വന്ന് 2 പൂവ് മതിലകത്തേക്ക് ഇട്ട് തൊഴുത് അവിടുന്ന് എംബ്രാന്തിരി തരുന്ന പ്രസാദം കൊണ്ടുവയ്ക്കാം. അദ്ദേഹത്തിന് അതിനെന്നെ വയ്യ. അത്ര ഈ കാണുന്ന വഴി കൂടെയാണ് ഈ പൂരം ദിവസം കവളപ്പാറ മൂപ്പിൽ നായരെ അദ്ദേഹത്തെ പല്ലക്കിൽ കയറ്റി കൊണ്ടുവരും. അതിന് പഞ്ചവാദ്യമാണ് എൻ്റെ അതെ, പഞ്ചവാദ്യമാണ്. അന്നും അതെ ഇന്നും അതെ. അതിൻ്റെ അകമ്പടിയായിട്ട് 2 കുതിരകളുണ്ടാവും. ഒന്ന് ഈ ദേശത്തെ കുതിര, പിന്നെ ഒന്ന് കവളപ്പാറയിൽ നിന്ന് കുറച്ച് പടിഞ്ഞാട്ട് മാറി കാരേക്കാട് എന്ന് പറയുന്ന പ്രദേശത്തെ കുതിര. ഈ 2 കുതിരകളാണ് ഈ നായർ അദ്ദേഹത്തിൻ്റെ അകമ്പടിയായിട്ട് വരുന്നത്. ഈ നായർ അദ്ദേഹം കാവിലെത്തിയാൽ അവിടെ ഒരു വേലി കിട്ടിയ പോലെ കാണാം. ഒരു സ്റ്റെപ്പായിട്ട് കല്ലിൻ്റെ ഒരു അടുക്ക്. അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അദ്ദേഹം പ്രജകളെ കാണുക. അങ്ങനെ ഒരു സീനുണ്ട്. എനിക്കൊന്നും ആ കാലത്ത് ഇങ്ങോട്ട് കടക്കാനേ പറ്റില്ല. അത്ര അധികം തിരക്കാണ്. ഞാൻ ചെറിയ ആളുമല്ലേ, തിരക്കിൽ നിന്നാൽ കാണൂല. പിന്നെ ഈ കുതിരയുടെ ഒപ്പം പോരാനും പറ്റില്ല, അത്ര അധികം തിരക്കാണ്. ഇപ്പോഴത്തെ തിരക്ക് എന്താ വെച്ചാൽ അതൊരു നേരം പോക്കാണ്. ഒരു കുതിരയ്ക്ക് തന്നെ ഏതാണ്ട് ഒരു 8-10 അടിയോളം സ്പേസ് വേണം. അപ്പോൾ ഈ 2 കുതിരയും കൂടി ഒപ്പം ഇറക്കുക എന്ന് പറയണത് ഒരു ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കുതിര വേണം ആദ്യം ഇറങ്ങാൻ എന്നാ. അപ്പോൾ ആരാ ആദ്യം, അതിനൊരു വടം വലിയുണ്ട്. 2 ആളൊപ്പം വരിക, ഒപ്പം നിന്നിട്ട് ഞാൻ ആദ്യം ഇറങ്ങുക. ആദ്യം ഇറങ്ങേണ്ട ആൾക്ക് ആദ്യം ഇറങ്ങി പോയാൽ മതി വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഞാനാ നീയേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തി ഞാനേ എന്ന് പറഞ്ഞ മാതിരി അവരെന്നെ എപ്പോഴും ഇറങ്ങി എന്ന് പറയുന്ന ഒരു അതിശയോക്തി നൽകിയത് ഇന്നത്തെ വലിയൊരു ത്രില്ലുണ്ടാക്കുന്ന കാഴ്ചയാണ്. ഈ മറ്റൊരു ഇറങ്ങാൻ ശ്രമിച്ചു, കവളപ്പാറ ദേശമാണ് ഇറങ്ങാൻ ശ്രമിച്ചത്, എന്നാൽ അവരിറങ്ങി പോക്കോട്ടെ എന്ന് മറ്റൊരു വിചാരിക്കില്ല. അപ്പോൾ അത് ബഹളത്തിൽ കലാശിക്കും. അങ്ങനെ ഒരു ചരിത്രം ഇല്ല. അത് ബഹളത്തിൽ കലാശിച്ച ചരിത്രം എനിക്ക് പറയാൻ അറിയൂ. ഞാൻ കണ്ടിട്ടുള്ളൂ, അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ കുതിര തമ്മിൽ ഒക്കിൽ ഒരു കുതിരയുടെ തല അധികം മതിലകത്തേക്ക് കടന്നു എന്നുള്ള തോന്നൽ, അങ്ങനെ ഒരു ആൾക്കാർക്കൊരു എന്നൊരു എന്താ പറയുക, അങ്ങനെ ഒരു തിടുക്കം എന്താ പറയുക, ഒരു സംഭ്രമം ഉണ്ടാക്കിയിട്ടാണ് അത് വലിയൊരു കാഴ്ച ഇപ്പോഴുള്ളത്. അത് ആ കുതിരയുടെ ഇറക്കം കാണാൻ ആൾ കുറെ കൂടും. തല്ലുണ്ടാക്കാൻ ഉത്സാഹിക്കുന്ന ആൾക്കാർ അതിൽ ചിലർ വരും.
അവരെ തട്ടി മാറ്റാൻ വേണ്ടിയുള്ള ആൾക്കാർ അങ്ങനെ പല തരത്തിലുള്ള ഒരു ഓട്ടപ്രദർശനം അവിടെ കാണാം. അത് വലിയൊരു ആസ്വാദനം.